അപ്പൊ നമ്മള് പുതിയൊരു വ്ലോഗ് വീഡിയോ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അമ്മായിയമ്മയായിട്ടാണ്. മരുമകൾ എവിടെ? മരുമകൾ ഇതാണ് മരുമകൾ. അന്ന് എല്ലാരും കുറെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെക്കാളും നല്ല പ്രായമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താന്നറിയില്ല, ഞാൻ എപ്പോഴും സ്വന്തം മമ്മിയായിട്ടിരിക്കണോന്നറിയില്ല. ആൾക്ക് എന്റെ പ്രായം തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ പെട്ടെന്ന് കിട്ടും. ആള് പുതിയതായതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടല്ലേ. പക്ഷെ അടുത്ത സെക്കൻഡ് വീഡിയോയില് നല്ല കമന്റ്സ് ആയിരുന്നു. ആദ്യം എന്താ പറഞ്ഞ ഹസ്ബൻഡ് എങ്ങനെയാണ് എല്ലാവരും അങ്ങനെ വരണോന്നൊക്കെ. ഞാൻ ദൈവമേ ഇനി സെക്കൻഡ് പാർട്ടിന് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല അല്ലെ. മീൻസ് ഒരാള് വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് അടിച്ചിട്ട് അവരിനെങ്ങനെ സങ്കടപ്പെടുത്തപ്പോ പിന്നെ എങ്ങനെ നമ്മൾ വിളിക്കുക. അതുകൊണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൽ ഞാൻ തന്നെയാണ് അഞ്ജുവായിട്ട് അഭിനയിച്ചത്. അതിൽ എഴുതി കാണിക്കുകയും ചെയ്തു. അപ്പൊ കുറെ പേര് എന്താണ് ആ കുട്ടീനെ തന്നെ കൊണ്ടുവരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് കണ്ടപ്പോ ചേച്ചി എനിക്ക് വരായിരുന്നു. അപ്പൊ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു കഥ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ 916 പെണ്ണ് കാണല്ലോ ഉണ്ട്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി മൊഞ്ചത്തേട്ടനൊക്കെ പറഞ്ഞില്ലേ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു, ക്യാരക്ടറായിരുന്നു. എല്ലാവരും നിങ്ങളെ ക്യാരക്ടറിന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ ഇങ്ങനെ പേഴ്സണലായിട്ട് പറയുമ്പോൾ നമുക്കാണെങ്കിൽ ഞാനൊക്കെ കുറെ കേട്ട് നമുക്കത് പിന്നെ അത് കുഴപ്പമില്ല ഉണ്ടായിപ്പോയി. ഇപ്പൊ അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ചില ക്യാരക്ടറിനെ നിങ്ങൾക്ക് അത്രയും അവർ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ, ആ കുട്ടി അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതിരുന്നത്. ഇപ്പോഴും അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഒരു കുത്തിത്തിരിപ്പ് അമ്മായിയമ്മയും രണ്ട് മരുമക്കളെ തമ്മിൽ തെറ്റിക്കുന്ന കഥ പറയുന്നില്ല. എന്തായാലും നാളെ മറ്റന്നാളായിട്ട് വീഡിയോ 7 മണിക്ക് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാരും കാണാം. അപ്പൊ ഇതാണ് പുതിയ കുട്ടി, എന്റെ മരുമകൾ. എന്താ പേര്? അഞ്ജന. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്, പുതുശ്ശേരി അല്ലേ. പുതുശ്ശേരി. ഹസ്ബൻഡ് രാവിലെ കൊണ്ടാക്കും, 8:30 കൊണ്ടാക്കും അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവര് സമ്മതിക്കണം. ഇവരുടെ കൂടെ തന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വിളിച്ചതും. പിന്നെ അല്ല, വീട്ടില് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ വരാൻ പറ്റും. അല്ലാണ്ട് ഹസ്ബൻഡ് പോകേണ്ട ഭയങ്കര സപ്പോർട്ടാണ്. അതെ, അത് ഭയങ്കര സന്തോഷം. മീൻസ് അമ്മായിയമ്മയാണെങ്കിലും വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് അല്ല അങ്ങനെ ഒരു ഫാമിലി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നാത്തൂനാണെങ്കിലും അല്ലേ, ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മറ്റുള്ളവര് പറയണതിനെക്കാട്ടി നമ്മുടെ ആൾക്കാർ തന്നെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ആക്ട് ചെയ്യുന്നതിന്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അത്ര ഫ്ലോപ്പാണ്. എന്നിട്ട് ഇതുവരെ എത്തി നിൽക്കുന്നത് ഞങ്ങൾ കുറെ വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ആള് കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഒരു ഇതിലാണ് എന്റെ വല്യമ്മന്റെ മോൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എടുത്തത്. അന്ന് തന്നെ ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്ന് ഓക്കെ പറഞ്ഞിട്ടാണ് എടുത്തത്. ഫസ്റ്റ് വന്നപ്പോ ഒരു മടിയൊന്നുമില്ല, പക്ഷെ അവര് എങ്ങനെ അറിയുന്നില്ല നമ്മളുടെ ഇതുമായിട്ട് കുറച്ച് അല്ലെ, കുറച്ച് സമയം സെറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വീഡിയോയിൽ കുറെ റിഹേഴ്സൽ എടുത്തിട്ടാണ് അത് ചെയ്തതൊക്കെ അല്ലെ. അപ്പൊ അതിൽ നന്നായി ചെയ്തു. ഇനിയിപ്പോ അടുത്തത് വരുന്നുണ്ട്, നെഗറ്റീവായിട്ട് ക്യാരക്ടറിനെ വിമർശിച്ചോളൂ. ഈ കുട്ടി വേണ്ട, എവിടെ നിന്ന് കിട്ടി അങ്ങനൊന്നും പറയരുത് കേട്ടോ. അല്ല, ക്യാരക്ടർ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, തേച്ച് ഒട്ടിച്ചോ. ഞാനും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങൾ അമ്മായിയമ്മനെയും മരുമകളെ കുറിച്ച് പറഞ്ഞോളൂ, പക്ഷെ ആ കുട്ടിയെ വേണ്ട അങ്ങനെ പറയരുത് കേട്ടോ. എനിക്ക് സെക്കൻഡ് പാർട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആള് ലോല ഹൃദയമാണ്. പെട്ടെന്ന് ഈ ചിരിക്കണ പോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. ഞാനും അതുപോലെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാനത് സെറ്റായി. നമ്മൾ ആൾക്കാരിനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അതിന് ഇരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു കോൺഫിഡൻസും കിട്ടും അല്ല. ഇപ്പൊ ചെറുതായിട്ട് മാറ്റം വന്നില്ലേ. ഇനിയിപ്പൊ എന്ത് പറയാനും കുഴപ്പമില്ല, ഞാൻ അടുത്ത് വരും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്ത പാർട്ടി ചെയ്താൽ മതി, നിങ്ങളോട് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് ആയി. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയില് നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരും. അതായിരിക്കും. ബൈ.